ഹായ് ഫ്രണ്ട്സ്, വളരെ ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തന്ന ഏറ്റവും വലിയ സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഭക്ഷ്യക്കിറ്റുകൾ, അതിജീവന കിറ്റുകൾ. അതിൻ്റെ ഒരു വിതരണം ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമുക്ക് 6 കിറ്റുകളാണ് ലഭിച്ചത്. ഇനി ഈ മാസം, അതായത് ജനുവരി മുതൽ ഏപ്രിൽ വരെ അടുത്ത ഘട്ടത്തിൽ കിറ്റുകൾ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ച കാര്യങ്ങളാണ്. ഇനി ആ കിറ്റ് എന്ന് ലഭിക്കും എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതായത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് കിറ്റ്, അതായത് ഡിസംബർ മാസത്തെ കിറ്റാണ് ഇപ്പോൾ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ റേഷൻ കാർഡുകാർക്കും, വാങ്ങാത്ത എല്ലാ റേഷൻ കാർഡുകാർക്കുമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വാങ്ങാത്ത ആളുകൾ, അതായത് കിട്ടാത്ത ആളുകൾ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ. അപ്പം അവർക്ക് ഈ മാസം 9-ാം തീയതി വരെ അതിൻ്റെ വിതരണം ഉണ്ടാകും. 9-ാം തീയതിക്ക് മുമ്പ് എല്ലാ റേഷൻ കടകളിലും കിറ്റുകൾ സ്റ്റോക്ക് എത്തിച്ച് വിതരണം പൂർത്തിയാക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് നമുക്ക് ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റ് ലഭിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികളും കാര്യങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ആ കിറ്റുകളും നമ്മുടെ കൈകളിൽ എത്തിച്ചേരും. സാധാരണ പോലെ തന്നെ ഈ ഒരു കിറ്റ് പൂർണ്ണമായി വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ അടുത്ത മാസം എടുക്കും. ഓരോ മാസവും വൈകിയിട്ടാണ് നമുക്ക് കിറ്റുകൾ ലഭിക്കുന്നത്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഡിസംബർ മാസത്തിൽ നമ്മൾ നന്നായിട്ട് നേരിട്ടതാണ്. കാരണം ഡിസംബർ മാസത്തിൽ മാക്സിമം 2 കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ 2 കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത് ജനുവരി മാസത്തെ കിറ്റാണ്. ആ ജനുവരി മാസത്തെ കിറ്റ് ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും പൂർണ്ണതോതിൽ അതിൻ്റെ ഒരു വിതരണം ആരംഭിക്കുക. 15-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ഇതിൻ്റെ ഒരു വിതരണം തുടങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആദ്യം വിതരണം ചെയ്യുക മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കായിരിക്കും. അതൊരു 5 ദിവസത്തെങ്കിലും വിതരണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുക. അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് ഇതിൻ്റെ വിതരണം പൂർത്തിയാവാൻ ഒരു സാധ്യതയുമില്ല. ഫെബ്രുവരിയിലായിരിക്കും ജനുവരി മാസത്തെ കിറ്റ് വിതരണം പൂർത്തിയാക്കുക. നമുക്ക് ലഭിച്ചിരുന്നത് പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു വിതരണം പൂർത്തിയാവാനുള്ള സാധ്യതകൾ. അപ്പോൾ ഈ ഒരു വിവരമാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്. 9-ാം തീയതി വരെയാണ് ഡിസംബർ മാസത്തെ കിറ്റിൻ്റെ വിതരണം ഉള്ളത്. 9-ാം തീയതിയോട് കൂടിയിട്ട് ഡിസംബർ മാസത്തെ കിറ്റ് അവസാനിക്കും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത കിറ്റുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റേഷൻ കടയിലെ ഫോൺ നമ്പർ ഇതുവരെയും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് വാങ്ങി വെക്കുക. കാരണം സ്റ്റോക്ക് എത്തുന്ന മുറക്കാണ് റേഷൻ കടകളിൽ കിറ്റ് വിതരണം ചെയ്യുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പ് ഓരോ ദിവസവും ഓരോ ഡേറ്റൊക്കെ കണക്കാക്കി നമുക്ക് നൽകുമെങ്കിലും ആ ഒരു ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ മൊത്തത്തിൽ വിതരണം നടക്കാറില്ല. നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തുന്ന പ്രകാരമാണ് അതിൻ്റെ വിതരണം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കടയിലെ നമ്പർ നിങ്ങൾ കയ്യിൽ മേടിച്ച് വെക്കുക. ഇനി 4 കിറ്റ് നമുക്ക് കിട്ടാനുണ്ട്. ആ 4 കിറ്റും നിങ്ങൾക്ക് സമയത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കടയിൽ സ്റ്റോക്ക് എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ റേഷൻ കടക്കാരുടെ നമ്പർ കയ്യിൽ മേടിച്ച് വെക്കുക. നിങ്ങൾ അവരെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ, മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് തന്നെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇനിയുള്ള കിറ്റെങ്കിലും നീല വെള്ള കാർഡുകാർക്ക് ആദ്യം നൽകണം എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ ഉന്നയിച്ചിരുന്നു. കൂടുതൽ ആളുകൾ ആ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിൽ നീല വെള്ള കാർഡുള്ള ആളുകൾക്കും കൂടി ഭക്ഷ്യവിഹിതങ്ങൾ പെട്ടെന്ന് എത്തുന്നൊരു അവസ്ഥയുണ്ടാകും. കാരണം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ കിറ്റ് അല്ലാതെ തന്നെ ഭക്ഷ്യവിഹിതങ്ങൾ റേഷൻ കടയിൽ നിന്ന് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. നമ്മൾക്ക് തീരെ ലൈക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.